സുരേഷ് ഗോപിയുടെ മകളെ കല്യാണം കഴിഞ്ഞ് എയർ കയറിയത് മമ്മൂക്ക. എയർ കയറിയതല്ല, കയറ്റിയത് മമ്മൂക്കാനെയാണ്. പക്ഷെ ഒരു സൈഡിൽ ഇങ്ങനെ വേറൊരു വിവാദം ഞാൻ ഇങ്ങനെ പൊട്ടിക്കണ്ട്. മോഹൻലാൽ കൈ കാണിച്ചില്ല, ടാറ്റ കാണിച്ചില്ല. മമ്മൂട്ടി അറ്റ്ലീസ്റ്റ് കാറിൻ്റെ ഗ്ലാസ് തുറന്ന് ടാറ്റ കാണിച്ചു. മോഹൻലാൽ എന്തുകൊണ്ട് ടാറ്റ കാണിച്ചില്ല? അല്ല, ഇവർ കല്യാണം കാണാൻ പോയതോ, മോഹൻലാലിനെ കാണാൻ പോയതോ, മോദിനെ കാണാൻ പോയതോ, മമ്മൂട്ടിനെ കാണാൻ പോയതോ, അതോ ഗുരുവായൂരപ്പനെ കാണാൻ പോയവരോ? ആരുടെ ഇവരൊക്കെ? ഫാൻസ് തന്നെയാണോ അവരൊക്കെ? ഫാൻസ് ആണെന്നുണ്ടെങ്കിൽ ഇവർ ഇങ്ങനെയൊക്കെ കുറ്റം പറയൂ? കണ്ടു നോക്ക്. കാണാനുള്ള ആഗ്രഹമാണ് നമുക്ക്, മനസ്സിലായ? നമുക്ക് ക്ലാസ് താത്തിട്ട് കൈ കാണിക്കൂലേ? ലാലേട്ടൻ കൈ കാണിച്ചില്ല. ഞങ്ങളൊക്കെ നോക്കി ചിരിച്ചിട്ട് പോയേ. പക്ഷെ മോഹൻലാൽ ക്ലാസ് ഞങ്ങൾക്ക് ആർക്കും കാണാൻ പറ്റില്ല, മനസ്സിലായ? ഞങ്ങളെ നോക്കാനൊരു അവസരം ഉണ്ടാക്കിയില്ല. ഞങ്ങൾ പാവം ജനങ്ങള്, ഞങ്ങളൊക്കെ ഇടുക്കി സിനിമ ഉണ്ടാവോ? ഈ വീഡിയോ ലാലേട്ടൻ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? ഇങ്ങനെയല്ലേ സാധാരണക്കാരായ ഞങ്ങൾ പാവം ജനങ്ങള്, സ്ത്രീകള്, ഞങ്ങൾക്ക് ഇങ്ങനെ ലാലേട്ടനെ കാണാൻ പറ്റുള്ളൂ. അതിനുവേണ്ടി ഞങ്ങൾ വന്നു പോയിട്ട് ലാലേട്ടനെ അവിടെ വന്നിട്ട് ഒന്ന് കൈ വീശിയാൽ മതിയായിരുന്നു. ഞങ്ങൾക്ക് സങ്കടം ഉണ്ടായില്ല. ലാലേട്ടൻ ഗുരുവായൂർ വരണം. ഗുരുവായൂർ വന്നിട്ട് ഈ സ്ത്രീകളെ മുഴുവൻ, പ്രേക്ഷകരെ മുഴുവൻ കാണാനുള്ള അവസരം ലാലേട്ടൻ സൃഷ്ടിക്കണം. ഈ സ്ത്രീകളുടെ ഈ സങ്കടം, സ്ത്രീകളുടെ ഈ ആരാധകരുടെ സങ്കടം ലാലേട്ടൻ മനസ്സിലാക്കിയിട്ട് ലാലേട്ടൻ ഗുരുവായൂർ വരണം. ഈ ലെവലാണ് വന്നിട്ട് കാര്യമല്ലോ. ഞങ്ങളെ ആരാധക പടം എല്ലാം കാണുന്ന ആളാ. കാലത്തോട്ട് 8 മണിക്ക് വന്ന് വെയിറ്റ് ചെയ്യണം അവിടെ. മമ്മൂട്ടി പോയ ടൈമിൽ ഒന്ന് ഗ്ലാസ് കളിച്ച് കൈ കൊണ്ട് കളിച്ചു. മോഹൻലാലിന് കാണിച്ചെന്താ? അങ്ങനെ പിടിച്ച് തിന്നാൻ പോവാന് ഒന്ന് കാണിച്ചു മര്യാദ കാലത്തോട്ട് ഇവിടെ കാണാൻ വേണ്ടിട്ട്. മല്ലു മൂവി തിയറീസ് എന്ന് പറഞ്ഞ ചാനലിലാണ് ഈ ഒരു വീഡിയോ ഇപ്പം കറൻ്റ് ഉള്ള. വേറെ കുറേ ചാനലുകളിൽ ഞാൻ ഈ വീഡിയോ രാവിലെ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ അവരൊക്കെ പുൾ ഡൗൺ ചെയ്തു. ഐ ഡോണ്ട് നോ, സം കൈൻഡ് ഓഫ് PR വർക്ക് ചിലപ്പോൾ പോകുന്നുണ്ടാവും. അറിയാലോ, ഈ ഒരു സോഷ്യൽ മീഡിയയുടെ സംഗതികൾ അങ്ങനെയാണ്. അപ്പോൾ എന്താണെങ്കിലും നിങ്ങൾ ആ ചാനലിൽ കയറി നിങ്ങൾക്ക് ഫുള്ള് വീഡിയോ, ഇത് കുറേ ഉണ്ട് കേട്ടോ. അത് പറഞ്ഞുകൊണ്ട് 6 മിനിറ്റ് എങ്ങാണ്ട് ഇവർ ഇത് പറയുന്നുണ്ട്, മോഹൻലാൽ ടാറ്റ കാണിച്ചില്ല എന്ന്. പക്ഷെ ഞാൻ ഇന്നൊരു വീഡിയോ മോഹൻലാൽ ഇങ്ങനെ പുറത്തിറങ്ങി ടാറ്റ കാണിക്കുന്നത് കണ്ടു. ഇനി ഇത് ഏത് സ്ഥലത്ത് നിന്ന് എപ്പോൾ ലാലേട്ടൻ കാറ് പോയപ്പോൾ ടാറ്റ കാണിക്കാത്ത കഥ അവർ പറയുന്നത് എനിക്കറിയില്ല. ഫാൻസ് ആണോ വരുന്നു എനിക്കറിയില്ല. ഫാൻസ് ആയതുകൊണ്ടായിരിക്കണമല്ലോ അവിടെ പോയി നിന്ന് ലാലേട്ടൻ ടാറ്റ കാണിക്കണം എന്നുള്ളൊരു ആഗ്രഹം അവർക്ക് വന്നത്. ഓക്കെ, ലെറ്റ് ഇറ്റ് ബി. ഫാൻസ് ആണോ അല്ലേന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ ഇതിൽ സീരിയസ് ആയിട്ട് എനിക്ക് ചോദിക്കാനുള്ളൊരു കാര്യം, മമ്മൂക്ക ചെയ്തു, ലാലേട്ടൻ ചെയ്തില്ല, അല്ലെങ്കിൽ ലാലേട്ടൻ ചെയ്യണം എന്നുള്ളൊരു നിർബന്ധം ആരോ പറയുന്നുണ്ട്. കൈ കലോടിക്കണം എന്ന് വന്നു കഴിഞ്ഞാൽ ഗുരുവായൂരിൽ വരണം. ഇത് എന്തോന്നടേ, ഫാൻസുകാർ ഇങ്ങനെയൊന്നും പറയില്ല. നിങ്ങൾക്ക് മോഹൻലാൽ എന്ന് പറഞ്ഞ വ്യക്തി, നിങ്ങൾക്ക് ആരെങ്കിലും ഒരാളെ ഇഷ്ടമുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ സിറ്റുവേഷൻ കൂടി നിങ്ങൾ മനസ്സിലാക്കണ്ടേ. അയാളുടെ പേഴ്സണൽ ലൈഫല്ലേ ഡേ. സുരേഷ് ഗോപിൻ്റെ മകളെ കല്യാണം, അങ്ങേര് വന്ന് കല്യാണം കഴിഞ്ഞ് അങ്ങേര് പോയി. അല്ല, സിനിമ പ്രൊമോഷനോ അല്ലെങ്കിൽ സിനിമേൻ്റെ ഷൂട്ടിങ്ങിനൊക്കെ ആണെങ്കിൽ അങ്ങേര് ചിലപ്പോൾ ടാറ്റ കാണിച്ചിട്ട് പോകും. ചിലപ്പോൾ കണ്ടു കാണില്ല. നിങ്ങൾക്ക് അങ്ങനെ നോക്കിയാൽ മതിയല്ലോ. ഇതിപ്പോൾ എന്തൊരു കഷ്ടമാണെന്ന് നോക്കുക നിങ്ങൾ. ആരാധന തലയ്ക്ക് മൂത്തതാണോ അതോ വെറുതെ കച്ചറ ഉണ്ടാക്കാനാണോ? എന്തിനാണേ പിടുത്തം കിട്ടുന്നില്ല. എന്താണെങ്കിലും മോഹൻലാലും മമ്മൂട്ടിയും സുരേഷ് ഗോപിൻ്റെ ഒരു മകളെ കല്യാണം കാരണം ഏറെപ്പോയി. ഞാൻ വിചാരിച്ചത് മറ്റേ നരേന്ദ്രമോദിജിയാവും ഏറെ പോവാന്ന്. അങ്ങേര് വന്ന് കൂളായിട്ട് പോയി, ബാക്കിയുള്ളവരെ ഇറക്കി. അങ്ങേര് മമ്മൂട്ടിക്ക് അക്ഷതം കൊടുത്ത് മമ്മൂട്ടി എയറിൽ, മറ്റേ നമസ്തേ പറഞ്ഞ അപ്പ എയറിൽ, ലാസ്റ്റ് ഇതാ മോഹൻലാൽ എയറിൽ. എന്തെന്നാ ഈ നാട്ടിൽ ആളുകൾ ഏത് ലെവലിലേക്കാണ് ആരാധന മൂത്ത് പോകണത് എനിക്ക് മനസ്സിലാവാത്തത്. നാളെ ഗുരുവായൂരപ്പൻ മറ്റേ നടക്കിലിരുന്ന് ടാറ്റ കാണിച്ചില്ല, ഗുരുവായൂർ അമ്പലത്തിൽ പോയിട്ട് ടാറ്റ കാണിച്ചില്ല നിങ്ങൾ പറയൂ? ഏത് കൈൻഡ് ഓഫ് ക്രേസിനെസ് ആണ് ഫാൻസിൻ്റെ ഇടയിൽ? ഫാൻസ് ആണെന്നും എനിക്ക് പിടുത്തല്ല. സീരിയസ്ലി ഇത് ഫാൻസ് ആണെന്നും എനിക്ക് പിടുത്തല്ല. മേ ബി ഇനി ഫാൻസ് ആണെങ്കിൽ തന്നെ ഇതൊന്നും അല്ല ഫാൻസ് എന്ന് പറയുന്നത്. ഫാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്റ്റാറിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യണം, അയാളുടെ സിറ്റുവേഷൻസ് അണ്ടർസ്റ്റാൻഡ് ചെയ്യണം, അയാളുടെ വർക്കുകൾ ഇഷ്ടമാണ്. പേഴ്സണാലിറ്റി അല്ലെങ്കിൽ പേഴ്സണൽ വൈസ് എല്ലാവർക്കും അവരുടെ പ്രൈവസി വേണ്ടേ? ഗുരുവായൂരിൽ വന്നിട്ടേ ഇനി ഞങ്ങളോട് പോലും ഗുരുവായൂർക്ക് വരണം ലാലേട്ടൻ ഞങ്ങളെ കാണാൻ. എന്തൊരവസ്ഥയാണ്. കൊള്ളാം എന്താണെങ്കിലും.